ഗൈസ് എല്ലാവർക്കും ഡെഹാറ്റ് KBFC എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. സോ ഗൈസ്, കഴിഞ്ഞ ദിവസം നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC മത്സരം, വാട്ട് എ മാച്ച് ആൻഡ് വാട്ട് എ കംബാക്ക്. ഒരു ഗോളിന് തോറ്റെന്ന് വിചാരിച്ച മത്സരം 2 ഗോൾ തിരിച്ചടിച്ച് ജയിക്കുന്നു. എന്താ അല്ലേ? ഇവിടെ നമ്മുടെ ഓപ്പോണന്റ് ടീമായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ എഫ്സിയുടെ കാര്യം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വമ്പൻ സ്കോഡിനെ തന്നെയാണ് അവർ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറക്കിയത്. ഇനി ഈ ഒരു മത്സരത്തിന്റെ ഒരു 59ാമത്തെ മിനിറ്റിലാണ് ഈസ്റ്റ് ബംഗാൾ FC അവരുടെ ആദ്യ ഗോൾ അടിക്കുന്നത്. ആ ഒരു ഗോളോട് കൂടി കൊച്ചി സ്റ്റേഡിയം ഒരു 10-15 സെക്കൻഡോളം സൈലന്റ് ആയി പോയി എന്ന് വേണം പറയാൻ. ബട്ട് ഇവിടെ നടന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഗോളോട് കൂടി സ്റ്റേഡിയം മൊത്തം സൈലന്റ് ആയി പോയപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഗാലറിയിൽ ഏകദേശം ഒരു 10 വയസ്സ് കാണും ഒരു കുട്ടി കമോൺ ബ്ലാസ്റ്റേഴ്സ് എന്ന് ഒച്ചയിൽ ചാൻഡ് ചെയ്യുന്നു. ഈ കുട്ടി ചാൻഡ് ചെയ്യുന്ന കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന മഞ്ഞപ്പട ആരാധകർ മൊത്തം സട്ട കുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ആ കുട്ടിയുടെ ഒപ്പം കമോൺ ബ്ലാസ്റ്റേഴ്സ് എന്ന് ഓരോ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന്റെയും ചെവി തുളയുന്ന രീതിയിൽ വളരെ ലൗഡായിട്ട് തന്നെ ചാൻഡ് ചെയ്തു എന്നുള്ളതാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ മൊറോക്കൻ ഈഗിൾ നോഹ വെയിൽ സദോയുടെ കാലുകളിലേക്ക് ആ പന്തുകൾ എത്തുന്നു. കിട്ടിയ പന്തുമായി നോഹ സദോ ഈസ്റ്റ് ബംഗാൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കിയ ഒരു കുതിപ്പ്. ഈസ്റ്റ് ബംഗാൾ ഡിഫൻസിനെ തകർത്ത് തരിപ്പണമാക്കി ഇടതുമാറി വലതുമാറി വെട്ടിയൊഴിഞ്ഞ് ഇടംകാലം കൊണ്ടൊരു ബുള്ളറ്റ്. ഗോൾ കീപ്പർ ഗില്ലിനെ വെറും കാഴ്ചക്കാരനായി നിർത്തിക്കൊണ്ട് ഗില്ലിന്റെ കാലുകളുടെ ഇടയിലൂടെ ഒരു കിണ്ണം കാച്ച ഗോൾ ആൻഡ് ദാറ്റ് എപ്പിക് സെലിബ്രേഷൻ. ഈ ഒരു മത്സരശേഷം നോഹയുടെ ആ ഒരു ഗോള് എത്ര തവണ ഹൈലൈറ്റിൽ എടുത്ത് ഞാൻ വീണ്ടും കണ്ടു എന്ന് എനിക്ക് തന്നെ ഒരു കൗണ്ടിങ് ഇല്ല. പിന്നീട് മത്സരത്തിന്റെ 87ാം മിനിറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയ ക്വാമി പെപ്പരയുടെ ഒരു ക്യാമിയോ ഗോൾ കൂടി വന്ന് സംഭവം മൊത്തത്തിൽ അങ്ങ് കളറായത്. ആ ഒരു ഗോളോട് കൂടി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരുന്നിരിപ്പിൽ നിന്ന് തുള്ളിച്ചാടി എഴുന്നേറ്റ് പിന്നെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഡാൻസ് കളിയായിരുന്നു. നമ്മൾ സ്നേഹിക്കുന്ന ടീം ഏതോ ആയിക്കോട്ടെ, ആ ഒരു ടീം 1 ഗോളിനോ 2 ഗോളിനോ 3 ഗോളിനോ ഒക്കെ ജയിക്കുന്നത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ബട്ട് നമ്മൾ 1 ഗോളിനൊക്കെ തോറ്റ് നിൽക്കുന്ന കളി കംബാക്ക് അടിച്ച് ജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഗൈസ്. ആ ഒരു ഫീൽ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ബട്ട് ഐ ഹോപ്പ് യു ടു ഗൈസ് യു ഹാവ് ഗോൺ ത്രൂ സിമിലർ ഫീലിംഗ് ആഫ്റ്റർ ദി മാച്ച്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം നോഹയും പെപ്രയും ഒക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹീറോസ് എങ്കിലും അവരെ പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട മറ്റൊരു പേരാണ് ഡിഫൻസിൽ വൻമതിലായി നിന്ന പ്രീതം കോട്ടാലിന്റെ പേര്. നമുക്കറിയാം, കഴിഞ്ഞൊരു സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പ്രീതം കോട്ടാൽ എത്തുമ്പോൾ വൻ വിമർശനങ്ങൾ തന്നെയാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ സീസണിലെ പ്രീതം കോട്ടാലിന്റെ പെർഫോമൻസും അത്ര ഗുഡ് ഇനഫ് ആയിരുന്നു എന്നും പറയാനും പറ്റില്ല. ഈ ഒരു സീസണിന് മുന്നേ പലരും പ്രീതം കോട്ടാലിനെ എന്തിനാണ് ടീമിലെടുത്തിരിക്കുന്നത്, പറഞ്ഞു വെടി കിളവനൊക്കെ പണ്ട് ആനയായിരുന്നു സിംഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞെന്ന് കരുതി ഇപ്പോൾ പല്ലും നഖവും കൊഴിഞ്ഞുപോയ സിംഹത്തിന്റെ അവസ്ഥയാണ് പ്രീതം കോട്ടാലിനെ എന്ന് പലരും പറയുകയുണ്ടായി. ബട്ട് ബ്രോ, യു മേഡ് ദി ഗൈസ് ക്ലാപ്പ് വിത്ത് ദി സെയിം ഗൈസ് ട്രോൾ ഫോർ യുവർ പെർഫോമൻസ്. വാട്ട് എ ഇൻക്രെഡിബിൾ പെർഫോമൻസ് അഗൈൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ. എന്തോ ഈസ്റ്റ് ബംഗാളിനെ കാണുമ്പോൾ അണ്ണനങ്ങ് തരിച്ചു കീറും. പല്ലും നഖവും കൊഴിഞ്ഞുപോയ ബംഗാൾ സിംഹമല്ലേ ഗൈസ്? നിങ്ങളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, അല്ല 2 കാര്യം എന്താന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ ഇങ്ങനെയാ, പ്രായം കൂടുന്തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വയസ്സായാലെന്താ, The lion is always a lion, guys. Mark my words, guys. എന്തുകൊണ്ടാണ് മോഹൻ ബഗാൻ ആരാധകരും മോഹൻ ബഗാന്റെ മാനേജ്മെന്റും പ്രീതം കോട്ടാൽ എന്ന താരത്തിന് ഇത്രയധികം വാല്യൂ കൊടുത്തിരുന്നത് എന്ന് ഇനി നമ്മൾ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. കാരണം മോഹൻ ബഗാനെ കളിച്ച ആ ഒരു പ്രൈം ഫോമിലേക്ക് പ്രീതം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ഡീസന്റ് പെർഫോമൻസ് ആണ് ഈസ്റ്റ് ബംഗാളിനെതിരുള്ള മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. എന്തായാലും പ്രീതം കോട്ടാൽ എന്ന താരത്തിന്റെ ഈ ഒരു സീസണിലെ പ്രകടനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് താഴെ കമന്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് പറയാനുള്ളത്, ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരുള്ള മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കായൽ സ്റ്റാറെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. കോച്ച് പറയുന്നത്, ഈസ്റ്റ് ബംഗാളിനെതിരുള്ള മത്സരം ഞങ്ങൾ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ആരാധകർ തന്നെയാണ്. ആരാധകർ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് തോൽക്കുന്നത് എന്നാണ് കോച്ച് ചോദിക്കുന്നത്. ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴും പല മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ആ ഒരു മിസ്റ്റേക്കുകൾ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യവുമില്ല. ആ മിസ്റ്റേക്കിൽ ഇനി ആവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും മികച്ചൊരു സ്റ്റാർട്ടിംഗ് 11 ഉള്ളത് കൊണ്ടൊന്നുമല്ല നമ്മൾ ഈ ഒരു മത്സരം വിജയിച്ചിരിക്കുന്നത്. നമുക്ക് മികച്ചൊരു ഫിനിഷിംഗ് ലൈനപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. സോ നമ്മൾ ഇനിയും ബെറ്റർ ആവേണ്ടതായിട്ടുണ്ട്, ഇനിയും സ്ട്രോങ് ആവേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഹംബിളായി ഇരുന്നു കൊണ്ട് ഇപ്പോഴത്തെ വിക്ടറി സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് കോച്ച് പറയുന്നത്. എന്തായാലും മിക്കായൽ സ്റ്റാർ എന്ന നമ്മുടെ പുതിയ പരിശീലകനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളിയുടെ പ്രോപ്പർ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകളാണ്. സോ ഗൈസ്, ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അവസാനിപ്പിക്കാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.